ഹലോ എവ്രി വൺ, വെൽക്കം ടു മിക്സ് വ്ളോഗ്സ് ഫോർ യു ചാനൽ. ഇന്ന് നമുക്ക് ചോറിനെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറി ഉണ്ടാക്കിയാലോ. അത് ഞാൻ കുമ്പളങ്ങയും പരിപ്പും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയും കൂടിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ആ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനുവേണ്ടി ഒരു അരക്കഷ്ണം കുമ്പളങ്ങ എടുക്കുന്നുണ്ട്. അത് തോലൊക്കെ ചെത്തി ഇതേപോലെ കുഞ്ഞായി അരിഞ്ഞ് കഴുകി കുക്കറിലേക്ക് ഇടണം. അതിനുശേഷം ഒരു ഉള്ളി, 3 പച്ചമുളക്, 2 തക്കാളി എന്നിവ കുഞ്ഞായി അരിഞ്ഞ് അതും ഇതിലേക്ക് ചേർക്കണം. അതിനുശേഷം ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ സാമ്പാർ പരിപ്പുണ്ടല്ലോ അത് കഴുകിയിട്ട് അത് ഒരു പിടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 3 വിസിൽ വരുന്നവരെ കുക്കറിൽ വേവിച്ചെടുക്കുക. ആ സമയം കൊണ്ട് ഇതിന് വേണ്ടുന്ന അരപ്പ് കൂട്ട് നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടി തേങ്ങ വേണം, 3 വെളുത്തുള്ളി ഇടുന്നുണ്ട്, ശകലം ജീരകം, നല്ല ജീരകം ചേർക്കുന്നുണ്ട്, പിന്നെ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇതരയാൻ പാകത്തിനുള്ളത്ര വെള്ളം ചേർക്കണം. അതിന് ശേഷം ജാറിൻ്റെ അടപ്പ് മൂടി നന്നായി ഇതേപോലെ അരച്ചെടുക്കണം. ഇപ്പം നമുക്ക് ആ കഷ്ണം വെന്തിട്ടുണ്ടോ നോക്കാം. കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒന്നും ഉടഞ്ഞിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച കൂട്ട് ചേർക്കാം. നന്നായി എല്ലാം വടിച്ച് ചേർക്കണേ. അതിൽ ജാറിൽ ബാലൻസ് വന്നതൊക്കെ വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് വടിച്ച് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഈ സമയത്ത് നമുക്ക് എത്ര കൊഴുപ്പ് വേണമെന്ന് നോക്കാം. കൊഴുപ്പ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് വെള്ളം കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാൻ ഒരു മീഡിയം ലെവലിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. പുളി ആവശ്യമുള്ളവർ ചേർത്താൽ മതി, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. പുളി ചേർത്താലാണ് ടേസ്റ്റ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് നോക്കാം. കൊഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ വെള്ളം ഇനിയും ചേർക്കാം കേട്ടോ. എനിക്ക് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ ശകലം ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു അരപ്പിൻ്റെയൊക്കെ പച്ചക്കുത്തൽ മാറുന്നവരെ നന്നായി തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ ആ പച്ചക്കുത്തലൊക്കെ മാറി വരുന്നവരെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പം നല്ല ഏകദേശം കറി കുറച്ച് വറ്റി കൊഴുപ്പായ രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിന് വേണ്ടുന്ന താളിപ്പ് റെഡിയാക്കാം കേട്ടോ. താളിപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കണം. അതിലേക്ക് ശകലം എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് ശകലം കടുക് ഇടുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം അതിനുശേഷം ശകലം ഉലുവ ചേർക്കുന്നുണ്ട്. അതിനുശേഷം കരിവേപ്പില ചേർക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കായം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്നതിൽ കിടന്നൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഈ കൂട്ടിനെ നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയ ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ആർക്കൊക്കെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതോടുകൂടെ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതുമല്ലാതെ ആരെല്ലാം ഫസ്റ്റായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ട് അവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം. അപ്പം അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ ബൈ.